രാവിലെ ഞങ്ങൾ ഗന്ധർവൻ്റെ അമ്പലത്തിൽ പോയി, ചമ്പക്കരയിലാണത്. അപ്പോൾ അവിടെ ഉത്സവമാണ്, അവിടെ പ്രസാദം ഇട്ടുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ ഒരു 12:30 മണി കഴിഞ്ഞപ്പോൾ പോയി. 1 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തി. പക്ഷേ ഉണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും 2:30 മണിയായി. നല്ല ലോങ് ആയിരുന്നു, ഭയങ്കര ക്യൂ ആയിരുന്നു. മെട്രോൻ്റെ താഴെ നിന്ന് വെച്ചാൽ ഭയങ്കര ഈ മെട്രോൻ്റെ താഴെ തന്നെയല്ല, നമ്മൾ മെയിൻ റൂട്ടിൽ തന്നെ ആയതുകൊണ്ട് ഭയങ്കര വണ്ടിയുടെ ബഹളമായിരുന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഞാനൊന്ന് തൊഴാൻ കയറി. അപ്പം മണി 1:30 കഴിഞ്ഞായിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ 1:30 അപ്പോൾ അമ്പലത്തിലോട്ട് ചെന്നപ്പോൾ അവിടെ മയിലിനെ ഉണ്ടാക്കി വെച്ചേക്കണം, ഈ ഓലയും കുരുത്തോലയും കൊണ്ട്. നല്ല ഭംഗി. അതൊരു സ്റ്റൂളല്ല, ഒരു പെട്ടി പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്താണ് മയിലിനെ ഉണ്ടാക്കി വെച്ചേക്കണം. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓല കൊണ്ട് മാത്രം ഉണ്ടാക്കിയേക്കണേ. അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ വെറുതെ, ഞാനവിടെ ഇങ്ങനെ കൈ കഴുകാൻ പുഴയിലോട്ടാണ് വെച്ചേക്കണത് പൈപ്പൊക്കെ. അപ്പോൾ അവിടെ നിന്നപ്പോൾ വെറുതെ അതിൻ്റെ ഫോട്ടോയൊക്കെ ഒന്ന് എടുത്തതാണ്. വീട്ടിൽ ഒന്നും ഉറങ്ങിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സന്ധ്യയൊക്കെ വീണ്ടും ഒക്കെ കുളിച്ച് വിളക്കൊക്കെ വെച്ച് നാമം ചൊല്ലാനിരുന്ന്. നാമം ചൊല്ലിയിരുന്നപ്പോൾ 5 വന്ന് വീഡിയോ എടുത്ത്. ഞാൻ അറിഞ്ഞില്ല, നാമം ചൊല്ലായിരുന്നപ്പോൾ 5 പുറകിൽ കൂടി ഒന്ന് വീഡിയോ എടുത്തത്. അങ്ങനെ 5 ഡോണറ്റൊക്കെ എടുത്ത് ഓവനിൽ വെച്ചതാണ്. ഫ്രിഡ്ജിലിരുന്ന സാധനമാണ്. തണുപ്പ് തിന്നാൻ പോയപ്പോൾ വഴക്ക് പറഞ്ഞതുകൊണ്ട് മാത്രം ഓവനിൽ വെച്ച് ചൂടാക്കിയതാണ്, അല്ലെങ്കിൽ തണുപ്പ് വാരി തിന്നും. അങ്ങനെ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രാത്രിയിൽ ഓട്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കണോണ്ട് ഇവർക്ക് മീൻ വറുത്തതാണ്. അപ്പോൾ ഇവർ വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാർ വീട്ടിലൊന്നും പോകണില്ല, നാളെ പോകണുള്ളൂ. ഞങ്ങൾ നാളെ രാവിലെ പോകുക, എന്നിട്ട് വൈകിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് മീനൊക്കെ വറുത്ത്, പിന്നെ പയർ തോരൻ രാവിലത്തെ ഉണ്ട്, അതൊക്കെ കൂട്ടി അവർ കഴിക്കും. അപ്പം അങ്ങനെ